ഹായ് ഗൈസ്, ടെക് ഫോറസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ ഗ്രോ ആവാനായിട്ട് അല്ലെങ്കിൽ വ്യൂസ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂസ് ചിലപ്പോൾ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു എക്സ്ട്രാ വരുമാനം അല്ലെങ്കിൽ എല്ലാവരെയും പോലെ എന്തെങ്കിലും ഒരു വരുമാനം നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തോട് കൂടി തുടങ്ങുന്ന ഒരു ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 10 വ്യൂസ് അല്ലെങ്കിൽ 20 വ്യൂസ് 30 വ്യൂസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ 10ഉം 20ഉം 30ഉം വ്യൂസും ഒക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സും എടുക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ആ വീഡിയോ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വ്യൂസ് കുറവാണ് എന്നും പറഞ്ഞ് നമ്മൾ ആ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ഇംപ്രഷൻ കുറയുകയും യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നത് കുറയുകയും ചെയ്യും. നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോയ്ക്ക് ഒരു വ്യൂസ് കുറവാണെങ്കിൽ അത് ഏത് കണ്ടൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു വീഡിയോ ആണോ എന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം അതേ സെയിം കണ്ടൻറ്റിലുള്ള 2-3 വീഡിയോകൾ കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ പയ്യെ പ്രൊമോട്ട് ചെയ്യുകയും നിങ്ങളുടെ ആ പഴയ വ്യൂ കുറഞ്ഞിട്ടുള്ള വീഡിയോ കൂടി വ്യൂസ് കയറി വരാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അതേ സെയിം കണ്ടൻറ്റിലുള്ള വീഡിയോകൾ ചെയ്ത് ഇടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ചാനലിൽ ആ വ്യൂ കുറവായിട്ടുള്ള വീഡിയോ നിങ്ങൾ ഒന്നുകൂടി എടുത്തതിന് ശേഷം അതിൻ്റെ തമ്പനെയിൽ നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. കാരണം അതിൻ്റെ തമ്പനെയിൽ കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു തമ്പനെയിലാക്കി ഒന്നുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരല്പം കൂടി നിങ്ങൾക്ക് വ്യൂസ് കൂടാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് പുറമെ തമ്പനെയിൽ നമുക്ക് യൂട്യൂബ് തന്നെ സെറ്റാക്കി തരുന്ന ഓപ്ഷൻ കൂടി നമുക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 തമ്പനെയിലുകൾ സെറ്റ് ചെയ്ത് ഇടത്തക്ക രീതിയിലുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ചാനലിൽ ആ വീഡിയോയിൽ ഒരു 2-3 തമ്പനെയിലുകൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ അതിൽ നിന്ന് നല്ല തമ്പനെയിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ആ തമ്പനെയിൽ നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാനും സാധിക്കും. പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയ്ഡ് ഫോർ കിഡ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ വീഡിയോ കിഡ്സിന്, അതായത് കുട്ടികൾക്കുള്ളതല്ലെങ്കിൽ പ്രത്യേകം നിങ്ങൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ തന്നെ കയറി ഒരിക്കലും നമ്മളുടെ വീഡിയോ പല പ്രാവശ്യം കാണുന്ന ആ ഒരു രീതി അതൊരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ വ്യൂസ് പയ്യെ കൂടി വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 1-2 ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ചാനലിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.